ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ട്രീ സെറ്റ് ചെയ്യുന്നതെന്നാണ്. എനിക്ക് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മൾ ട്രീ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ലൈറ്റ്സ് ഇടുന്നതെന്ന്. പക്ഷെ അത് ടോട്ടലി മിസ്റ്റേക്ക് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് ഇതിലെ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ട്രീ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന കളർ കോമ്പിനേഷൻ, അതായത് റെഡ് ആൻഡ് ഗോൾഡൻ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു തീം ബേസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ ട്രീ എങ്ങനെയായിരുന്നു അതിൻ്റെ പൊസിഷൻ അത് അൺബോക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ ട്രീ ഞാൻ നീങ്ങി നിന്നൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് ഞാൻ നോക്കി. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആ ഒരു ആംഗിളിൽ എടുക്കുമ്പോഴേക്കും ഫുള്ള് ട്രീ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാനത് കാണിക്കുവാണ്. അപ്പോൾ ദൂരെ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത് ചെറിയൊരു പിക്ചറായിട്ട് കാണുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു കറക്റ്റ് സൈസ് ഉണ്ട് ഈ ട്രീക്ക്. ഫസ്റ്റ് ഇവിടെ ട്രീയുടെ ബോക്സ് നമ്മൾ പൊട്ടിക്കുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ട്രീ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അവർ പറഞ്ഞു നല്ല ട്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അൺബോക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് എടുത്ത് പുറത്ത് വെക്കുവാണ്. അപ്പോൾ അത് ട്രീയുടെ എല്ലാ ബ്രാഞ്ചസും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചു. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊന്ന് നോക്കാം. ഈ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത് നോക്കി. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്ക്രൂ ചെയ്ത് ഇതിനെ പിടിപ്പിക്കുക എന്നുള്ളത്. ഈ ട്രീ നല്ലപോലെ ഒതുങ്ങി നിൽക്കാനാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഓരോ ബ്രാഞ്ചസും ഓരോ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീ സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് താഴത്തെ പോർഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് ഊരിയെടുക്കാനായിട്ട് നോക്കി. അപ്പോൾ ചെറിയ താഴത്തെ ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. പക്ഷേ മേളിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഊരിയെടുക്കണം. നമ്മുടെ ട്രീ സ്റ്റാൻഡിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ബ്രാഞ്ചസും കൂടി ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ട്രീ നല്ല സ്പ്രെഡായിട്ട് വന്ന വിധത്തിൽ ബ്രാഞ്ചസിന് നിവർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യൽ കുറച്ച് പണിയായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു താഴെ വെച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. പിന്നെ മേളിലത്തെ ഭാഗം നമുക്ക് റിമൂവ് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അമ്മൂനെ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വേഗം റിമൂവ് ചെയ്താലല്ലോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒത്തിരി ടൈം എടുക്കും ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ ട്രീക്ക് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത് കേട്ടോ. ട്രീ എപ്പോഴും കാണാൻ ഭംഗി നല്ല വലിപ്പമുള്ള ട്രീ, നല്ല സ്പ്രെഡായിട്ടുള്ള ട്രീ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ട്രീസ് മാർക്കറ്റിൽ കിട്ടും. ഞാൻ ഒരുപാട് ട്രീസൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വലുത് വേണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതേപോലത്തെ ട്രീ എടുത്തത്. അപ്പോൾ അമ്മയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഈസിയായി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഊരിയെടുത്തു. ഇത് ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിന്നിട്ട് ഊരിയെടുക്കേണ്ടി വന്നു. അപ്പോഴാണ് കുറച്ച് ബുദ്ധി തോന്നിയത്. ഇനി നെക്സ്റ്റ് പാർട്ട്, അതായത് ഇതൊരു 3 പാർട്ടായിട്ടാണ് ഈ ട്രീ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് നമ്മൾ എവിടെയെങ്കിലും സെറ്റിൽ എവിടെയെങ്കിലും ഇരുന്ന് ആ പ്ലാസ്റ്റിക്സ് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഓരോ ഐഡിയാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഡിസംബർ 1 മുൻപ് സെറ്റ് ചെയ്യാം, അതിൻ്റെ തലേദിവസം സെറ്റ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മൂനത് പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് കാണാനുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു എന്തായാലും വാങ്ങിയതല്ലേ, ഫിറ്റ് ചെയ്ത് നോക്കാമെന്ന്. ഈ ട്രീയുടെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഇരുന്നിട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തത്. ശരിക്കും അതൊരു വലിയൊരു ജോലിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ട്രീ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് വന്നത് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് റിമൂവിങ് ആയിരുന്നു. ഇതിൻ്റെ ഓരോ പാർട്ടും ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് പാർട്ടും കൂടി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. അതിൽ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാത്തതൊക്കെ അമ്മ അവിടെ നിന്നിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ ജസ്റ്റ് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയും കൂടി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് സ്പീഡിൽ തീരില്ല എന്ന്. അപ്പോൾ അങ്ങനെ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. എന്നാലും എനിക്ക് തോന്നുന്നൊരു 3 to 4 hours ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈവനിങ് നമ്മളൊരു 5 o'clock കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്.
അപ്പം ട്രീ എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാണണം എന്നൊരാഗ്രഹവും തോന്നി. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ട്രീ വാങ്ങുന്നത്. നമ്മൾ ഇതിനു മുന്നേ വാങ്ങിയത് നോർമൽ ഒരു ട്രീ ആയിരുന്നു. ഓരോ വർഷവും കഴിയുന്തോറും ഡിഫറെൻറ്റ് ടൈപ്പ് ട്രീസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഗ്രീൻ കളർ ട്രീ വെക്കണം, അതിൽ ഫുള്ള് റെഡും ഗോൾഡൻ ഹാങ്ങിങ്സ് ഒക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടായി. പക്ഷേ ഇതൊക്കെ ഇത്ര വലുതായതുകൊണ്ട് നമുക്ക് വാങ്ങി വന്ന ഉടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതിന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. അതുപോലെ ട്രീ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതാട്ടോ. ഞങ്ങളും കുറേ ആലോചിച്ചു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മു തന്നെയാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ താഴെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ സെറ്റിയുടെ അടുത്തായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ കാണാൻ ഈസി ആയിരിക്കും. പിന്നെ അമ്മയെ കാണാനിടയ്ക്ക് അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വരുമല്ലോ, ഇവിടെ അടുത്തുള്ള നെയ്ബേഴ്സും അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ താഴെ സെറ്റ് ചെയ്തത്. മേളിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കാണാനായിട്ട് മേളിൽ കയറി വരണം, എന്നാലേ കാണുള്ളൂ. പിന്നെ ഞാനും അമ്മയും മാത്രമല്ല ഇവിടെ ഏത് നേരം പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അമ്മയാണ് വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ കാണാനും അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ താഴെ തന്നെ സെറ്റ് ചെയ്തു. ഈ ട്രീ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാവയെ മിസ് ചെയ്തിട്ടോ. കുഞ്ഞാവ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയേക്കും. അവിടെ വൈക്കത്ത് അമ്പലത്തിൽ ഉത്സവമാണ്, വൈക്കത്ത് അഷ്ടമി. അപ്പോൾ അവളെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിസംബറിൽ അവൾക്ക് 2 വയസ്സാവുകയുള്ളൂ, ഡിസംബർ എൻഡ് വരുമ്പോഴേക്കും. അപ്പോൾ ഇപ്പോഴാണ് അവൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. ലാസ്റ്റ് ഇയർ ഒന്നും വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ട്രീ വെച്ചതിന് ശേഷം വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു. ഇനി എന്തായാലും കുഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അവളുടെ ആ ഇത് കാണുമ്പോഴൊരു എക്സ്പ്രഷൻ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് ട്രീയുടെ ഷേപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ലൈറ്റ് ഇടാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ലൈറ്റ് നമ്മൾ ഏറ്റവും വലിയ ലൈറ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. എത്രയോ ലെങ്ത്ത് നീളമുണ്ട്. ഇത് ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഗോൾഡൻ കളറിൽ വരുന്ന പോലത്തെ ലൈറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഈ ലൈറ്റ് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരും, പിന്നെ സ്റ്റഡി ആയിട്ട് വരും, അങ്ങനെ ഡിഫറൻറ്റ് ഇതിൽ ലൈറ്റ് വരും കേട്ടോ. ശരിക്കും ലൈറ്റ് മാത്രം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ട്രീ കാണാൻ നല്ല ഭംഗിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ട്യൂബ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് അമ്മു ഞാനും കൂടി അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചെടുത്തു. പിന്നെ കുറച്ച് നീങ്ങിന്ന് എടുത്തു. അതായത് സ്റ്റഡി ആയിട്ട് വന്നത് കണ്ടോ, ബ്ലിങ്ക് ചെയ്യുന്നത്. അമ്മയും അതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒന്ന് നോക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ഒന്ന് സെറ്റിങ്സ് കൂടിയൊക്കെ ഒന്ന് ചെയ്തിട്ടൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന്. ട്രീയുടെ വലുപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എന്താ വെച്ചാൽ അമ്മൂൻ്റെ ഡബിൾ ഹൈറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ട്രീ ആയിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ടയേർഡായിട്ടോ. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒന്നും ആക്കി കാണാനുള്ളൊരു ആകാംക്ഷ. അതുകൊണ്ട് ഞങ്ങളിനി നെക്സ്റ്റ് വേഗം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഫ്ലവേഴ്സ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ നമ്പേഴ്സ് നോക്കിയിട്ട് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഈ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ലൈറ്റ് വെച്ചിട്ട് നോക്കി, എന്നിട്ടാണ് ഫ്ലവേഴ്സ് വെച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണനുസരിച്ചിട്ടേ കണ്ണടിച്ചു പോകണമല്ലോ തോന്നി കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി ഓഫ് ചെയ്തു. ഹാങ്ങിങ്സൊക്കെ പതുക്കെ ഹാങ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അമ്മു ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പേർട്ടാണ്. അമ്മുവിന് ഒത്തിരി പഠിക്കാനുണ്ട്, നാളെ എക്സാം ഉണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരി ഇതെല്ലാം സെറ്റ് ചെയ്യും കേട്ടോ. ഇടയ്ക്ക് ലൈറ്റ് ഇട്ട് നോക്കും, പിന്നെ ബാക്കി ബോൾസൊക്കെ ഹാങ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ സൈസും കളേഴ്സ് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുത്തു. അമ്മയും ഞാനും അമ്മൂനെ അസിസ്റ്റ് ചെയ്തു. പുള്ളിക്കാരിയാണ് ഡയറക്ഷൻ കംപ്ലീറ്റ്. അവളുടെ 2 ഫ്രണ്ട്സ് കൂടെ വരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. അപ്പോൾ അവർ വേറെ ദിവസം വരാം, അവർക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ താഴെ ക്രിസ്മസ് ആകുന്ന സമയത്ത് കുറച്ച് ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുന്നേ എന്തായാലും ഇത് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ബോൾസ് എല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതൊക്കെ വാങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അവിടെയുള്ള പയ്യന്മാർ പറഞ്ഞിട്ടോ, ഇനി ക്രിസ്മസിൻ്റെ ആ ഒരു സീസൺ വരുമ്പോൾ കുറച്ചുകൂടി ഇതിനൊക്കെ റേറ്റ് കൂടും ഇപ്പോഴത്തേനേക്കാളും. എത്രയും വേഗം പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഒരുപാടൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നിങ്ങൾ അവിടെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് പല പല ട്രീസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാം.
ഞാനിത് വാങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഈ ട്രീയിൽ തികയില്ലായിരിക്കുന്നു. പക്ഷെ നമ്മൾ ഹാങ് ചെയ്ത് വന്നപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ബ്രോഡ്വേയിൽ മാർക്കറ്റിൽ ഇരിക്കണാകുമ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങുമ്പോൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കയ്യിലുണ്ട്. പിന്നെ ഇത്രയും വലിയ ട്രീ ആയതുകൊണ്ട് കുറേ വലിയ ബോൾസൊക്കെ വാങ്ങേണ്ടി വന്നു. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ചെറീസും കൂടി വാങ്ങിയാൽ നല്ലതായിരിക്കും തോന്നി. നമ്മൾ ഓൾറെഡി ഇതിൽ കുറേ ചെറീസൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറീസും കൂടി വാങ്ങി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അതിന് എന്തെങ്കിലും വാങ്ങാനായിട്ട് ബ്രോഡ്വേ പോകുന്ന സമയത്ത് വാങ്ങാമെന്ന് വിചാരിക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മൂന് 4 വയസ്സുള്ള സമയത്താണ് നമ്മുടെ പഴയ ട്രീ വാങ്ങിയത് കേട്ടോ. ഇപ്പോൾ അവൾക്ക് 18 ഇയേഴ്സായി. അതായത് ഒരു 14 ഇയേഴ്സിന് ശേഷമാണ് നെക്സ്റ്റ് ട്രീ വാങ്ങുന്നത്. അപ്പോൾ അമ്മൂൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ട്രീ വാങ്ങുമ്പോൾ അതിൽ സ്റ്റൂളിട്ട് കയറിയിട്ട് സെറ്റ് ചെയ്യണം എന്ന്. എന്ന് വെച്ചാൽ കുഞ്ഞിലെ വാങ്ങിയ 3 അടിയുടെ ട്രീ സെറ്റ് ചെയ്തത് അവൾ അങ്ങനെയായിരുന്നു ചെറുതായിരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പുള്ളിക്കാർ തന്നെ വന്ന് ട്രീ സെലക്ട് ചെയ്ത് വച്ച് നോക്കിയൊക്കെ വാങ്ങിയത്. പിന്നെ എന്താ പറയുക, പിള്ളേർക്കും ഓരോ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ വർഷം ചെയ്യുന്ന സമയത്ത് എനിക്കും ആഗ്രഹമായിരുന്നു റെഡ് ആൻഡ് ഗോൾഡ് തീമിൽ ചെയ്യണം എന്ന്. എന്താ വെച്ചാൽ ക്രിസ്മസ് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു റെഡ് ആൻഡ് ഗോൾഡൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രീ നല്ല പിങ്ക് ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ട്രീസൊക്കെ ഉണ്ട്. വൈറ്റ് ട്രീയിൽ പിങ്ക് ഹാങ്ങിങ്സ്, പിങ്ക് ആൻഡ് സിൽവറൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒത്തിരി സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വേണം നടന്ന് വാങ്ങാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ചു ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയത് റെഡ് ആൻഡ് ഗോൾഡൻ ആണ്. പിന്നെ ഈ വർഷം എന്തായാലും ഈ ഒരു കളറിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇതിൻ്റെ ബോൾസ് എല്ലാം വരുന്ന ഒരു ട്യൂബ് പോലത്തെ സാധനം ഉണ്ട്. അത് അമ്മു കുറേ നേരമായിട്ടൊരു ബോൾ ആ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നല്ല കറക്റ്റ് തിക്നെസ്സിലാണ് അവരിതൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മു ഇതൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. ചിലതൊക്കെ കറക്റ്റായിട്ട് പോരും, ചിലത് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കിയെങ്കിലും പിന്നെ വിചാരിച്ചു ലൈറ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസ് എവിടെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഹാങ് ചെയ്തു. പിന്നെ അമ്മ താഴെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് എവിടേക്കും ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയും ഞാനും കൂടി ബാക്കിയുള്ള സ്ഥലമൊക്കെ വേഗം സെറ്റ് ചെയ്ത് തീർത്തു. ബോൾസ് ഒത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് ഗോൾഡൻ. അപ്പോൾ അതെല്ലാം എടുത്ത് ഏകദേശം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയ പോലത്തെ ഇതിലൊക്കെ ഫില്ല് ചെയ്തു. ഇനി കുറച്ചുകൂടിയൊക്കെ വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അമ്മ പറഞ്ഞ് ഇത്രയും മതി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറീസ് മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. ഞാനിതിൻ്റെ ഫുൾ വ്യൂ ഉള്ള വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ആംഗിളിൽ എടുക്കുമ്പോഴേക്കും നമുക്ക് ഫുള്ളായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ട്യൂബ് ഓഫ് ചെയ്തിട്ട് ആ ബ്ലിങ്ക് ചെയ്യുന്നത് മാത്രം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്നു. ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ താഴെ ഒരു സ്കേർട്ട് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷുകാരുടെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ അവർ ട്രീ ഒക്കെ സെറ്റ് ചെയ്തേക്കുമ്പോൾ താഴെ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഒരു കാർപ്പറ്റ് പോലെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അതിൽ ഈ ട്രീസ് വെക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അമ്മയെ താഴെ തുടക്കുന്ന സമയത്ത് അടിച്ചു വരുന്ന സമയത്തൊക്കെ ഈസി ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു കാർപ്പറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഡിസംബർ ക്രിസ്മസ് ഒക്കെ ആവാറാവുന്നത് വരെ ഒരു ഭംഗിക്ക് ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞാവയ്ക്ക് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ. അവൾക്ക് ഇതിൽ ഓരോ ഹാങ്ങിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ക്രിസ്മസ് ഫാദറിനെയൊക്കെ ഇതിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് വേഗം ചെയ്തത്. അതുപോലെ തന്നെ ലൈറ്റ് പല ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും വ്യത്യാസം വരുന്നുണ്ട്. അതും കൂടി ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ആയിട്ടുള്ള ലൈറ്റും ബ്ലിങ്ക് ചെയ്ത ലൈറ്റും ഒക്കെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. സത്യത്തിൽ ഈ ട്രീ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് തന്നെയാണ് കേട്ടോ. നമുക്കതിനോട് ഭയങ്കര ഇൻട്രസ്റ്റും പിന്നെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലാണ് കറക്റ്റ് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ട്രീ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതൊക്കെ പാർട്ട് എടുക്കണം എന്നൊക്കെ ഒരു ഐഡിയ വരുന്നില്ല. അതായത് നമ്മൾ എടുത്തിട്ടും മതിയാവാത്ത പോലെ തോന്നുവാണ് ലൈറ്റ് ഇട്ടിട്ട്. അതെന്ന് വെച്ചാൽ എനിക്കിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. നിങ്ങളെ നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സെറ്റ് ചെയ്ത ട്രീ. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടാലല്ലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ചേട്ടനെയും വൈഫിനെയും വിളിച്ച് കാണിച്ചിട്ടോ. ചേട്ടൻ്റെ വൈഫ് സത്യത്തിൽ ഇത് കണ്ട് ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഒരു അയ്യോ നല്ല ഭംഗിയായിട്ടുണ്ട്, ഉടനെ തന്നെ ഇത് കാണാൻ വരണമെന്ന് പറഞ്ഞ്. പിന്നെ ചേട്ടൻ്റെ മോളുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി.
അപ്പോൾ അവളെ വിളിച്ചു. അവളെ കണ്ടപ്പോൾ തന്നെ അവളും ഞെട്ടി. കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കണ്ടു. അതായത് ഞാൻ പോലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ട്രീ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാമെന്ന്. ഞാനപ്പോൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ വീഡിയോസൊക്കെ നോക്കിയപ്പോഴേക്കും അവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഏതാ സെറ്റ് ചെയ്യുന്നത്, കളർ കോമ്പിനേഷൻ, അങ്ങനെ ഒത്തിരി ഐഡിയാസ് കിട്ടി. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈ റെഫറൻസ് ചെയ്യണം എന്നെല്ലാവരും പറയില്ലേ, അത് ശരിക്കും നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാവുന്നത്. ഇത് പറഞ്ഞപ്പോഴായിട്ട് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നാൽ, എനിക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, പക്ഷേ ഇത് കാണുന്ന വേറൊരാൾക്ക് ഇത് അത്ര ഭംഗിയായിട്ടൊന്നും തോന്നില്ലായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്കിത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റും കളർ സെൻസും എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ട്രീ സെറ്റ് ചെയ്യാം, അങ്ങനെ ആ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ട്രീ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ഒക്കെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ കൂടുതൽ പറയാനുള്ള, എല്ലാവരും നല്ല ഭംഗിയുള്ള ട്രീ സെറ്റ് ചെയ്യുക, ക്രിബൊക്കെ റെഡിയാക്കുക. പറ്റുവാണെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എന്താ, പിന്നെ അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ ഏതെങ്കിലും ഒരു കളർ, ഇപ്പോൾ പിങ്ക് ആൻഡ് സിൽവർ അല്ലെങ്കിൽ പിങ്ക് ആൻഡ് ഗോൾഡ്, റെഡ് ആൻഡ് ഗോൾഡ്, അങ്ങനെ ഇങ്ങനെ ഒരു തീം വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ 2-3 ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കാതെ പോകുന്ന ഒട്ടും ശരിയല്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോസ് കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. ഇതിൽ ചില ഫോട്ടോസ് ലൈറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്, ചിലത് ലൈറ്റ് ഓഫ് ചെയ്ത് ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഫോട്ടോസായിട്ട് കാണിച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.